തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ച് റോഡിൽ കുറ്റിച്ചിറയിലുള്ള ഇറ്റ്സ് മീമി എന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ലൈവ് ഫിഷാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ച് ഇവിടുന്ന് ഫിഷ് സെലക്ട് ചെയ്തിട്ടാണ് ഓരോരോ ഡിഷസും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഡെസേർട്ടായ കോക്കനട്ട് പനാക്കോട്ടയുടെ പ്രിപ്പറേഷനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഷെഫിനെ കുറിച്ചാണ്. മുനീർ മംഗലൻ. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഏകദേശം 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷെഫാണ് അദ്ദേഹം. മീമിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മുനീർക്കയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. Welcome to Mimi. Mimi is a different concept. It is a different restaurant and we are giving special and fusion food in different perspectives. നമ്മുടെ മിമി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒരു ധാരണയും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ നേരത്തെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സക്സസ്ഫുള്ളായിരുന്നു. പിന്നെ കോവിഡാനന്തരം നമ്മൾ രണ്ടാമത് വീണ്ടും റീ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 90% സീ ഫുഡ് ആണ്. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഒക്ടോബസ് മുതൽ ഓയിസ്റ്റർ വരെ ഇവിടെ സെർവ് ചെയ്യുന്നു. ഓയിസ്റ്റർ സീസണിലാണ് കൊടുക്കുന്നത്. ഓയിസ്റ്റർ നമ്മളിവിടെ കൊടുക്കുന്നത് സ്പെഷ്യൽ ഇലയട എന്ന രൂപത്തിലാണ്. അതിൻ്റെ കൂടെ നമ്മൾ നസ്ട്രിയം ലീവ്സും നസ്ട്രിയം ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് വളരെ മനോഹരമായി ടേസ്റ്റി ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഒരു മൊയിലി ഫോമും അതിൻ്റെ കൂടെ കൊടുക്കുന്നത്. എല്ലാം നല്ല റേറ്റിംഗ് ഉള്ള ഫുഡാണ്. അതുകൂടാതെ നമ്മുടെ കൂടെ ഉള്ളത് അറബിക്, ഇറ്റാലിയൻ, ഫ്രഞ്ച് സ്റ്റൈലിലുള്ള എല്ലാ ഡിഷുകളും ഉണ്ട്. സം ലാറ്റിൻ അമേരിക്കൻ ഡിഷസ് ഓൾസോ ദയർ. പിന്നെ അതുകൂടാതെ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുർക്കിഷ് ഫ്ലാറ്റ് ബ്രെഡുകളാണ്. സ്പെഷ്യൽ ഡോ ആണ്. തുർക്കിഷ് ഡോ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫ്ലോറിൽ ചെയ്യുകയാണ്. അതിനകത്ത് ബീഫ് ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ട്, പ്രോൺസ് ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ട്, ജാത്തർ ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ട്, പെസ്റ്റോ ഫ്ലാറ്റ് ബ്രെഡ് ഉണ്ട്. അതുപോലുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മേജറായിട്ട് വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്യൂട്ട് സ്റ്റീക്ക് കോക്കനട്ട് സ്പൈസി
മാരിനേഷനിൽ കൊടുക്കുന്നുണ്ട്. അത് തേക്കിലയിൽ വെച്ച് പൊള്ളിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലുള്ള വ്യത്യസ്തമായ ഐറ്റങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമ്മുടെ സിഗ്നേച്ചറായിട്ടുള്ളതൊന്ന് നമ്മുടെ ഡെസർട്ടാണ്. അത് കോക്കനട്ട് പനാക്കോട്ടയാണ് വിത്ത് കാൻഡീഡ് പംകിനാണ്. അതും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാലഡ്സ് എല്ലാം ഓർഗാനിക്കും പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള ലീവ്സുകൾ കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് വൈൽഡ് അർഗുല സാലഡ്സ് ഉണ്ട്, ചെറി ടൊമാറ്റോ, ഓർഗാനിക് ചെറി ടൊമാറ്റോ വൈൽഡ് അർഗുല സലാഡ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രിൽഡ് വാം ഒക്ടോപ്പസ് സലാഡ് കൊടുക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വരാം, ട്രൈ ചെയ്യാം. നമ്മുടെ ഡിഷുകളിലുള്ളതാണ് ഇപ്പോൾ ഞാൻ സ്പെഷ്യൽ ഒരു ബട്ടർ ചിക്കൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബട്ടർ ചിക്കൻ ഓൾഡ് മുഗൾ സ്റ്റൈൽ ബട്ടർ ചിക്കനാണ്. നമ്മുടെ തന്നെ സ്പെഷ്യൽ മാരിനേഷനാണ്. അത് ലൈറ്റ് ബട്ടറിൽ ഗ്രിൽ ചെയ്തെടുക്കുന്നതാണ്. നോർമൽ പഞ്ചാബി ബട്ടർ ചിക്കൻ അല്ല. റെഡ് കളർ ഗ്രേവി ഒന്നും കാണത്തില്ല. നല്ല ഭംഗിയായിട്ട് നല്ല ബട്ടർ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ചാർക്കോളിൽ ഗ്രിൽ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നാടൻ ചിക്കൻ കറി, നാടൻ ഫിഷ് കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ബൺ പൊറോട്ട ഉണ്ട്, പിന്നെ കോയിൻ പൊറോട്ട ഉണ്ട്, നോർമൽ വീറ്റ് പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണം. കൂടാതെ നമ്മൾ ബീഫ് ഫ്രൈ നമ്മൾ സ്പെഷ്യലായിട്ടാണ് കൊടുക്കുന്നത്. ബീഫ് ഫ്രൈൻ്റെ കൂടെ പൊറോട്ട അങ്ങനെയുള്ള കോൺസെപ്റ്റ് അല്ല. നല്ല അടിപൊളി ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈൻ്റെ കൂടെ തിക്ക് കട്ട് ഫ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പ്രത്യേകം സോയ്സ് ചെയ്യുന്ന പൊട്ടറ്റോ കൊണ്ട് നല്ല ഹോം മെയ്ഡ് തിക്ക് കട്ട് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും ഒരു ചൈവ് മയോണൈസും പിന്നെ ബീഫ് ഫ്രൈ ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ കവിയർ, ഈ സാൽമൺ കവിയർ, ഫ്ലൈ ഫിഷ് കവിയർ, ഇതെല്ലാം നമ്മൾ കോക്കനട്ട് മൂസിൽ കോണിൽ സെർവ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ അടുത്ത മെനുവിൽ അവൈലബിളായ സാധനം നമ്മൾ അറ്റ്ലാന്റിക് ഫ്രഷ് സാൽമൺ നമ്മൾ സോയ്സ് ചെയ്തിട്ടുണ്ട്. അതും മൊളൻഡേസ് സോസും സോട്ടേഡ് വെജിറ്റബിൾസും മെനുവിൽ പുതിയതായിട്ട് വരാനുള്ള സാധനമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് പരിചയപ്പെടാം. ഇത് നമ്മുടെ ഇവിടുത്തെ മഷ്റൂം കപ്പൂച്ചിനോ ആണ്. നമ്മുടെ കപ്പൂച്ചിനോ സ്റ്റൈലിൽ മഷ്റൂം സൂപ്പിന് ഹെർബ് സലാഡ്, നല്ല ഫ്രഷ് ബട്ടൺ മഷ്റൂമും സ്പെഷ്യൽ മഷ്റൂം എല്ലാം ഇട്ടിട്ട് കപ്പൂച്ചിനോ പോലെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒലീവ്സിൻ്റെ ഒരു കപ്പോണറ്റാണ്. ഒലീവ് കപ്പോണറ്റ, എഡിബിൾ ഫ്ലവേഴ്സ് ആൻഡ് സം മൈക്രോ ഗ്രീൻസ്. ഇതാണ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി സൂപ്പാണ്. ഇത് നമ്മുടെ ഓയിസ്റ്റർ ഇലയുടെയാണ്. നോർമലി യൂറോപ്യൻസ് എല്ലാം ഓയിസ്റ്റേഴ്സ് ഫ്രഷായിട്ട് കഴിക്കുന്നതാണ്. നമുക്കിപ്പോൾ സീസണിൽ മാത്രമാണ് ഓയിസ്റ്റർ ഇന്ത്യൻ കോസ്റ്റിൽ അവൈലബിൾ നമ്മുടെ ഏരിയയിൽ. ആ ഓയിസ്റ്റർ കൊണ്ട് ഒരു ഫ്യൂഷൻ ടൈപ്പ് ഇലയുടെയാണ്, സേവറി ഡിഷാണ്. അതിൻ്റെ കൂടെ നമ്മൾ നെസ്ട്രിയം ഫ്ലവറും മൈക്രോ ഗ്രീൻസും എല്ലാം കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ മോലി സോസ് ഉണ്ട്, നമ്മുടെ മോലി സോസ് അതിനകത്ത് ഇത് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ ഓയിസ്റ്റർ ഇലയുടെ വിത്ത് മൈക്രോ ഗ്രീൻസ് ആൻഡ് മോലി സോസ്. ഇത് നമ്മുടെ സ്പെഷ്യൽ സീ ഫുഡ് സമൂസയാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ മിക്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ക്രഞ്ചി ആയിരിക്കും, ഉള്ളിൽ നല്ല സക്കുലൻ്റ് ആയിട്ടുള്ള സീ ഫുഡ് ഉണ്ടാവും. ടേസ്റ്റിയാണ്, പിന്നെ ഓയിലി ഒന്നും ഫീൽ ചെയ്യൂല. അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന നമ്മുടെ സ്പെഷ്യൽ സമൂസയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് അവർ ബെസ്റ്റ് ഡിഷ്, സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ്. കലമാരി റിങ്സ് ആണ്. കലമാരി എന്ന് ഫ്രഞ്ച് ഇറ്റാലിയനിലെല്ലാം നമ്മുടെ കൂന്തളിന് പറയുന്ന പേരാണ്. അത് സിംപിളി ഫ്രൈഡ് ആൻഡ് സെർവ് വിത്ത് സം സ്പെഷ്യൽ സോസസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.